ഒരു രക്ഷയില്ല, ഭയങ്കര മണം അവിടെ. അയ്യോ, വണ്ടിക്കകത്ത് ഒരു മണം അടിച്ചു കയറുക. ഇവിടെ വന്ന് എവിടെ നോക്കിയാലും ഇതുപോലുള്ള വലിയ വലിയ കുഴികളാട്ടോ. ഇതിന്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒത്തിരി പട്ടകളും കാക്കകളും ഒക്കെ വന്ന് ഇത് കൊത്തി പെറുക്കി തിന്നുന്നുണ്ട്. അത് ചുമന്ന് കിടക്കുന്ന കാണുന്ന മൊത്തം കുഴി എടുത്തേക്കുന്ന നമ്മള് പറമ്പ് നിറച്ചുകൊണ്ടത് എന്നും ടൺ കണക്കിന് വരുമെന്ന് സാധനം. ഇന്ന് രാവിലെ തന്നെ ഒരു വർക്കിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പണി എന്നാന്ന് ചോദിച്ചാല് ഒരു വെറൈറ്റി പണിയാണ്. എന്താന്ന് ഞാൻ സൈറ്റിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഓടാനുണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ട്. നേരെ സൈറ്റിലേക്ക് പോവാ. ഇപ്പൊ സമയം 8:30 8 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞാണ്. പക്ഷെ ഇന്ന് ഇച്ചിരി താമസിച്ചു, 1/2 മണിക്കൂർ. എന്തായാലും സൈറ്റിൽ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, ഇവിടുന്ന് അടുത്തോട്ട് തിരിച്ചാണ് പോകാനുള്ളത്. ഇടത്തടിയിൽ കാണുന്ന ഈ മൺവഴിക്കാണ് കയറി പോകാനുള്ളത്. അവിടെ ആള് വന്നോന്ന് അറിയത്തില്ല, ഇതുവരെ വിളിച്ചൊന്നുമില്ല. 8 മണിയാകുമ്പോൾ ചെല്ലാൻ പറഞ്ഞു, ഇതുവരെ ആള് വിളിച്ചില്ല കേട്ടോ. നമ്മളിങ്ങനത്തെ പണിക്ക് അങ്ങനെ പോകാറില്ല കേട്ടോ. നമ്മളാദ്യമായിട്ടാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഇതിപ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അങ്ങോട്ട് ചെന്നിട്ട് നോക്കാം. ഇതൊരു വെറൈറ്റി പണിയാ, അതുപോലെ ഇച്ചിരി റിസ്ക്കും. എല്ലാവർക്കും പരിപാടിയാണ്. സൈറ്റിലോട്ട് കയറിക്കോണ്ടിരിക്കും. ഇനി ഒരു 10-20 മീറ്ററോടെ കഴിഞ്ഞാൽ സൈറ്റിലെത്തും. വലിയൊരു റബ്ബർത്തോട്ടത്തിലാണ് പണി. എന്താ പണിയെന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പണിയാണ്. ഏതായാലും മുകളിലേക്ക് കയറിപ്പോട്ടെ. അവിടെ ഒരു 4 കിടപ്പുണ്ടായിരുന്നു. ഇനി അത് എടുക്കാൻ വന്നതെന്ന് അറിയത്തില്ല. രാവിലെ തന്നെ ഒന്ന് ഗ്രീസ് അടിച്ചാൽ ഇനി ചിലപ്പോൾ ഗ്രീസ് അടിക്കാൻ പറ്റിയെന്ന് വരുമല്ല. അതുപോലത്തെ പരിപാടി കേട്ടോ. അതുകൊണ്ടോ രാവിലെ പണി തുടങ്ങും കേട്ടോ. പണി തുടങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. സൈറ്റിലെത്തി ആളും പൊത്തു കേട്ടോ. എന്താ സംഭവം ആർക്കും മനസ്സിലാക്കാണല്ലോ. ഇവിടെ എല്ലാം മണ്ണ് കൂടി കിടക്കുന്നുണ്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അല്ലെ ഈ പറമ്പ് നിറച്ച് ഇതുപോലെ കുഴി എടുത്തിട്ടേക്കുവാണ്. ഇതെന്നാ സംഭവം എന്ന് നോക്കാം. ഇതുകൊണ്ടാ സംഭവം. ഈ കുഴി മൊത്തം ചീഞ്ഞ് മൊത്തം പ്രശ്നമായിട്ട് കിടക്കും കേട്ടോ. മതിയായ കുഴിയാ. ഇതെന്നാന്ന് കണ്ട ആർക്കെങ്കിലും മനസ്സിലാവോ? ഇത് കംപ്ലീറ്റ് മൂടിക്കളയോ, എന്നിട്ട് പുതിയ കുഴി കുത്തും. ഗ്ലാസ് അടച്ചിട്ടേക്കുന്നതുകൊണ്ട് വലിയ സ്മെല്ലൊന്നും വരുന്നൊന്നുമില്ല. മഴ പെയ്താൽ അത് ഭയങ്കര ഷോവാണ് ഇവിടുത്തെ അവസ്ഥ. ഈ റബ്ബർത്തോട്ടം നിറച്ചുകൊണ്ട് കേട്ടോ. ഇതാദ്യം മൂടാം. മൂടിക്കഴിഞ്ഞ് കുറെ കുഴി മൂടാനുണ്ട്, പിന്നെ കുറെ കുഴി കുത്താനും ഉണ്ട്. ഇത് 1.5 ഏക്കർ സ്ഥലമുണ്ട്. നിറച്ച് ഇതാ സംഭവം. ആ കുഴി കംപ്ലീറ്റ് മൂടിയേ. അതിന് വലിയ സ്മെല്ലൊന്നും ഇല്ലായിരുന്നു. എന്നാ സംഭവം എന്താ വെച്ചാൽ അതിച്ചിരി പഴയ കുഴിയായിരുന്നു. നേരത്തെ എടുത്തതിന്റെ വേസ്റ്റ് ഉണങ്ങിപ്പോയായിരുന്നു. വേസ്റ്റ് അല്ല, ആ സംഭവം എല്ലാം ഉണങ്ങിപ്പോയി. ഇനി ഒരു പുതിയ കുഴിയുണ്ട്, അത് കാണിച്ചു തരാവേ. പുതിയ കുഴി എടുക്കുമ്പോഴാണ് പുതിയ കുഴി മൂടാനുണ്ട്. അതാണ് ഒരു ഇച്ചിരി വിഷയം. അത് ഞാൻ കാണിച്ചു തരാം. അത് സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ആരും ഇങ്ങോട്ട് കയറി വരാൻ പേടിക്കും. അമ്മാതിരി സാധനമാണ്. ഇത് പുതിയ കുഴിയാണ്. ഇത് കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന് ലോഡ് ഇറങ്ങിയ സാധനമാണ്. എന്ന് പറഞ്ഞാൽ അന്യായ സ്മെല്ലാട്ടോ. ഇവിടെ അടുത്തെത്താൻ പറ്റത്തില്ലാത്ത സ്മെല്ലാ. ഈ കുഴിക്കകത്തെങ്ങാനും പോയാൽ പിന്നെ വണ്ടിയും കൊള്ളത്തില്ല, ആളും കൊള്ളത്തില്ല. പിന്നെ അവരെ കൊല്ലെടുത്ത് കളഞ്ഞാൽ മതി, തോട്ടിക്കൊണ്ട് കളഞ്ഞാൽ മതി. അമ്മാതിരി ഐറ്റം കേട്ടോ കിടക്കുന്നത്.
അത് മൂടിക്കൊണ്ടിരിക്കുക. എന്നും സംഭവം ലോഡ് വരുന്നില്ല കേട്ടോ. ടൺ കണക്കിന് സാധനം അവിടെ കൊണ്ട് തട്ടുന്നത്. അതായത് ഈ ഏരിയയിൽ ഒത്തിരി പറമ്പുണ്ട് ഇതുപോലെ. ഇതെന്നെ സാധനമൊന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഈ സംഭവം എന്നാന്ന് ചോദിച്ചാല് കൊച്ചി മാർക്കറ്റിൽ നിന്ന് വരുന്ന വെജിറ്റബിൾസിന്റെ വെജിറ്റബിൾ വേസ്റ്റാ. മാർക്കറ്റിൽ നിന്ന് വരുന്ന വെജിറ്റബിളിന്റെ സംഭവങ്ങളെല്ലാം ഏരിയുണ്ട്. സകല പച്ചക്കറിയുണ്ട്. ഈ മാർക്കറ്റിൽ ലോഡ് വരുന്നതിന്റെ ചീഞ്ഞതും പൊട്ടിയതും അളിഞ്ഞതും എല്ലാം കൂടെ ലോറിക്കും ടിപ്പറിനും ഒക്കെ ടൺ കണക്കിന് കൊണ്ടുപോയി മാറ്റുന്നുണ്ട്. ഇവർക്ക് ഈ ലോറിക്കാർക്ക് ടിപ്പറുകാർക്കൊക്കെ ടെന്നേജിന് കാശ്, ഒരു ടണ്ണിന് ഇത്ര രൂപ വെച്ച്. അത് വലിയ ഇതിലൊക്കെ റേറ്റിന് പിടിക്കാട്ടോ. ഇത് മൊത്തത്തിൽ ഒരാള് അവര് പിടിച്ചിട്ട് ഓരോ ഏരിയയില് വണ്ടിക്കാരെ വിളിച്ച് ലോഡ് കയറ്റി വിടുക. ലോഡ് കയറ്റി വിടാൻ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരാണ് ഈ സംഭവം കയറ്റി വിടുന്നത്. പല സ്ഥലങ്ങളിലേക്കും ഉണ്ട്. ഇപ്പം കൊച്ചിയിൽ നിന്ന് നമുക്ക് വരുന്നത് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. ഈ സാധനത്തിന്റെ ഓട്ടം പണ്ട് ഞാൻ മഴയുടെ സമയത്തൊക്കെ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ പോയില്ല. 2 പ്രാവശ്യം 2 ദിവസം കണ്ട് പോയി. മണവും ഇത് കാരണം വണ്ടിയിലും മണമാണ്. ഈ വണ്ടി കഴുകിയാലും ഇതിന്റെ മണം പോകത്തില്ല. പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വണ്ടിയായിട്ട്. അങ്ങനെയായിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിപ്പം മഴയൊക്കെ മാറിയപ്പോൾ അത്രയും പ്രശ്നമില്ല കേട്ടോ. മഴയുടെ സമയത്തായിരുന്നു ഒരു രക്ഷയില്ലാത്ത. ഇതിന്റെ സ്മെല്ല് സഹിക്കാൻ പറ്റത്തില്ല. അത് കൂടാതെ മഴയും ചെളിയും അതിന്റെ കൂട്ടത്തിൽ ഈ വേസ്റ്റ് എല്ലാം കൂടെ വണ്ടിയിലോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതിപ്പോ നമുക്ക് കുറഞ്ഞ നേരത്തെ പണിയേ ഉള്ളൂ. ഇതിപ്പം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കഴിയും. ഇതാണ് സംഭവം. ഈ ഏക്കർ കണക്കിന് സ്ഥലം ഇതുപോലെ എടുത്തിട്ട് അവരിതുപോലെ കുഴിച്ചു മൂടുക. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കമ്പോസ്റ്റ് ആയിട്ട് പിന്നീട് വരും. എന്നിട്ടത് കോരെടുക്കും, മണ്ണടക്കം. അതിനെ ഈ മണ്ണിട്ട് കൊടുക്കുന്നു. മണ്ണ് കുറച്ച് മൂടി കൊടുക്കും. രണ്ടാമത് പിന്നെ ഇത് വിൽക്കും. ആ സ്ഥലത്തിന് ഓണർക്ക് എടുക്കാം ഈ സാധനം. വളം, നല്ല വളമൊക്കെ കാര്യം. സംഭവം ഇതാ പ്രശ്നം. ഇതൊന്ന് ഒപ്പിച്ചെടുക്കാനാ പാട്. മണ്ണൊക്കെ മൂടിയും സെറ്റ് ചെയ്ത് മണമില്ലാത്ത രീതി ആക്കി എടുക്കാൻ ഇച്ചിരി റിസ്ക്. അതൊക്കെ ഈ എടുക്കുന്ന ആൾക്കാർ ചെയ്തോളൂ. സ്ഥലം മാത്രം കൊടുത്താൽ മതി. എന്താണേലും പണിയുന്ന ആൾക്കാർ, ഈ വേസ്റ്റ് തട്ടുന്ന ആൾക്കാരുണ്ട്, അവർക്കൊക്കെ പൈസ കൊടുത്ത് പണിയിപ്പിക്കുക. ഡെയിലി ഓരോ ലോഡ് വെച്ചേ ഉള്ളൂ. ഓരോ ലോഡ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് രാവിലെ കയറ്റും. അവിടെ ടേൺ അനുസരിച്ചാണ് കയറ്റുന്നത്. ലോഡ് കയറ്റി കഴിഞ്ഞാല് ആൾക്കാർ ടിപ്പർ ലോറിയൊക്കെ 4-7 സംഭവമൊക്കെ ലോഡ് കയറ്റിട്ട് അവിടെ കിടക്കും കുറെ നേരം. ഇതിന്റെ വെള്ളമുണ്ട്. ഈ വെള്ളം എല്ലാം പോയി കഴിഞ്ഞ് തൂക്കിയാണ് ഇങ്ങോട്ട് പോരുന്നത്. 1 ലോഡൊക്കെ കിട്ടത്തുള്ളൂ ഒരു ദിവസം. സംഭവം നല്ല പൈസയൊക്കെ പണിയാണ്. ഡ്രൈവർമാർക്കാണേലും കൂലി കിട്ടും. 1 ലോഡ് എടുത്താൽ മതി. ഉച്ചയാകുമ്പോൾ പരിപാടി തീരും. 3-4 മണിയാകുമ്പോൾ 1 ലോഡുമായിട്ട് എറണാകുളത്ത് നിന്ന് വരും, കൊച്ചിയിൽ നിന്ന്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഇറക്കുന്നവർക്കാണ് പാട്. ഇറക്കുന്നവർക്ക് ഇതുപോലെ മൂടാൻ പോകുന്നവർക്ക് പാട്. നമുക്കിപ്പം വിളിച്ചപ്പം മഴയൊക്കെ മാറിയോണ്ട് പിന്നെ വലിയ വിഷയമില്ലാത്തോണ്ടായിരുന്നു വന്ന് തുടങ്ങിയത്. ഈ ഏറിയ നിറച്ചിതാട്ടോ. പിന്നെ ഗ്ലാസ്സൊക്കെ അടച്ചിട്ടല്ലോ പണിയുന്നത്. കാരണം നമുക്ക് വലിയ റിസ്ക് ഇല്ല. ഒരു വണ്ടിയിലൊക്കെ പറ്റി കഴിച്ചാൽ ഭയങ്കര ഇറങ്ങാണ്. പുറത്തോട്ടിറങ്ങുമ്പോൾ ആൾക്കാർ മൂക്ക് കൊത്തുമല്ലോ. പരമാവധി വണ്ടിയിലൊന്നും മുട്ടാത്ത രീതിയിലാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേന് പോകത്തില്ലോട്ട് ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ ഈ സ്ഥിരം പണിയുന്നവർക്കും പിന്നെ ഇതൊന്നും കുഴപ്പമില്ല. ഈ ലോഡ് ഇറക്കുന്നവർക്കും മലയാളികളാട്ടോ ഇതിന്റെ ലോഡ് ഇറക്കുന്നത്. അവരെയാ സമ്മതിക്കണ്ടേ. അവര് ബൂട്ടും ഗ്ലൗസും സംഭവങ്ങളൊക്കെ ഇട്ടാ പണിയുന്നത്. സ്മെല്ല് വരുന്നൊന്നും തടയാൻ പറ്റുമല്ലോ. മാസ്കൊക്കെ വെച്ചാണേലും ഇഷ്ടാന്നേ.
അവരെയൊക്കെ സമ്മതിക്കണം. മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുന്നവരെയൊക്കെ നമുക്കിപ്പോൾ ഓർത്ത് പോവാം ഇതൊക്കെ കാണുമ്പോൾ. അതായത് ഇത് മൂടട്ടെ. ഇത് മൂടിയിട്ട് ഇനി വേറെ വലിയ കുഴി വേറെ എടുക്കാനുണ്ട്. ഇന്ന് ലോഡ് വരും. ഇന്ന് ലോഡ് വരുമ്പോൾ ഇടാൻ വേണ്ടിയുള്ള കുഴി കുത്തിയിട്ട് നമുക്ക് വേണേ പോകാം. നമുക്കിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല വേറെ. അതാണ് ഇവിടുത്തെ പണി. എന്തായാലും ഇത് മൂടട്ടെ. കൊക്കൊക്കെ വന്നിരിക്കുന്നുണ്ടോ? കൊക്കും മറ്റു ജീവികളെല്ലാം വന്ന് ഇതിനകത്തുനിന്ന് ഓരോ വേസ്റ്റൊക്കെ തിരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ 6 അടി നീളത്തിലൊരു കുഴി എടുത്തു വെച്ചേക്കോ കേട്ടോ. അത് ഇനി വേറെ കുഴി എടുക്കാൻ വേണ്ടി പോവാം. ഈ പറമ്പ് നിറച്ചിതാട്ടോ. ഈ ഏറിയ നിറച്ച് ഇതുപോലെ വലിയ വലിയ കുഴികൾ എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ കറക്റ്റ് 6 അടി നീളമുണ്ട്. ഇവിടെ വന്ന് എവിടെ നോക്കിയാലും ഇതുപോലുള്ള വലിയ വലിയ കുഴികളാട്ടോ. 6 അടി നീളത്തിലും 10 അടി വീതിയിലും ഒക്കെ ഉള്ള മതിയായ കുഴികളാണ്. പട്ടിയുണ്ട്, കാക്കയുണ്ട്, സകല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഓരോ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഇതിന്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒത്തിരി പട്ടികളും കാക്കകളും ഒക്കെ വന്ന് ഇത് കൊത്തി പെറുക്കി തിന്നുന്നുണ്ട്. ഭയങ്കര സ്മെല്ലാണ് അവിടെ. ഇവിടെ വീണ്ടും ഒരു 6 അടി താഴ്ചയില് വേറൊരു കുഴിയും കൂടെ എടുത്തു കേട്ടോ. 6 അടി നീളത്തില് ഈ സ്ഥലം നിറച്ച് കുഴി എടുക്കുക. ഭയങ്കര താഴ്ച കേട്ടോ. ഒരു JCBയുടെ ബക്കറ്റ് കംപ്ലീറ്റ് താഴാത്ത രീതിയിലുള്ള വലിയ കുഴി എടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്കാ കൊണ്ട് തട്ടുന്ന സാധനമല്ല. ഇത് മൂടിയിട്ടില്ലേ ഭയങ്കര മണം കേട്ടോ. ഇത് മണ്ണ് കൂന കൂട്ടി മൂടിയിടും. ഇത് കുറച്ച് ജയിച്ചു കഴിയുമ്പോ ഇത് തന്നെ ഇരുന്നു പോകും. അതിനു വേണ്ടി ഇവിടുത്തെ ഈ കുഴി എന്ന് പറഞ്ഞാല് ഒരു 10 അടിയോ 9 അടി താഴ്ചയിലുണ്ട് കേട്ടോ. മതിയായ കുഴി ഇവിടെ എടുത്തേക്കുന്നത്. ഈ ഏറി നിറച്ച് ഇതുപോലെ സംഭവം എടുത്ത് വെച്ചേക്കുവാ. ഇതെന്താന്ന് വെച്ചാൽ ഇത് ചീഞ്ഞ് കഴിഞ്ഞ് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. ഒരു മണവും ഇല്ല. നല്ല വളമാണെന്നാ പറഞ്ഞത്. പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇത് ചീഞ്ഞ് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല വളമാണ്. ഇത് തിരിച്ച് കോരിയെടുക്കും എന്നൊക്കെയാ പറയുന്നത്. വളമായിട്ട് ഉപയോഗിക്കാമെന്നാ പറഞ്ഞത്. ഒത്തിരി കൃഷികളൊക്കെ സംഭവങ്ങൾ, പച്ചക്കറി തോട്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ല കേട്ടോ. നല്ല വളമാണ്. വേറെ കെമിക്കലൊന്നും ചേർക്കുന്നില്ലല്ലോ. ഉള്ളി പച്ചക്കറി വേസ്റ്റ് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഭവമില്ല. ഒരു പ്ലാസ്റ്റിക് കവർ പോലും ഇതിനകത്തില്ല. അതുകൊണ്ട് നല്ല വളമാണ് ഇത് വളമാകുന്നിടം വരെ ഭയങ്കര സ്മെല്ലായിരിക്കും. അതേ ഉള്ളു പ്രശ്നം. ഈ ഏറിയ കേട്ടോ. ഇത് കംപ്ലീറ്റ് പറമ്പ് നിറച്ചുകൊണ്ടത് എന്നും ടൺ കണക്കിന് വരുമെന്ന് സാധനം. ഈ കുഴിയുണ്ട്. ഈ കുഴിയുടെ താഴ്ച കേട്ടോ. ഇത്രയും താഴ്ചയുണ്ട്. ബക്കറ്റ് എത്തൂല. അമ്മാതിരി താഴ്ചയായി. ഞാൻ ഈ കുഴി നിർത്താം. ഇതിന് താത്താൻ പറ്റൂല. ഭയങ്കര താഴ്ചയായി. ഒരു ബക്കറ്റ് വീതിയല്ലേ ഉള്ളു കേട്ടോ. ഇത്രയും വീതിയല്ലേ ഉള്ളു. അങ്ങനെ ഈ കുഴി ഫിനിഷായി. ഇതുപോലുള്ള ഇപ്പം ഇന്ന 2-3 കുഴിയോളം കുത്തി. ഇനിയും കുഴി കുത്താനുണ്ട്. ഇപ്പം കുഴി കുത്താൻ സ്ഥലമൊന്നുമില്ല കേട്ടോ. ഈ പറമ്പിൽ നിറച്ച് കുഴിയുണ്ടോ. മണ്ണളയിൽ കിടക്കുന്നുണ്ട്. അത് ചുമന്ന് കിടക്കുന്ന കാണുന്ന മൊത്തം കുഴി എടുത്തേക്കുന്ന. ഇവിടുത്തെ പണി ഏകദേശം തീർന്നു കേട്ടോ. ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ തന്നെ വെച്ചാൽ ഒരു രക്ഷയില്ല. ഭയങ്കര മണം അവിടെ.
അയ്യോ, വണ്ടിക്കകത്ത് ഒരു മണങ്ങി അടിച്ചു കയറുക. എന്തായാലും ഇവിടെ തീർന്നു. അതുകൊണ്ട് മതിയായ കുഴികൾ എത്ര കുഴിയാണെന്നറിയാം കേട്ടോ. ഇതുപോലുള്ള കുഴികളാണ് ഒത്തിരി എടുക്കുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അതെന്തിനാ ഇറക്കുന്നതിന് സമ്മതിക്കണം കേട്ടോ. അവരിത് എങ്ങനെയാണ് ഇറക്കുന്നത് ആലോചിക്കുന്നത്. ഇവിടുത്തെ പണി കഴിഞ്ഞ് നേരെ പോവാം. ഇതിപ്പോ ഇവിടെ ഉച്ചയായപ്പോഴാണ് പരിപാടി തോന്നുന്നു. ഇനി നേരെ വേറെ സൈറ്റുണ്ട്, ആ സൈറ്റിലേക്ക് പോവാം. അതുകൂടെ ചെയ്ത് തീർത്താൽ ഇന്നത്തേനുള്ളതാവും. ഓക്കെ, ഇന്നൊരു വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.